ലൈറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അതിന്മേൽ കയറി ചിന്തിക്കാൻ കൂടി വയ്യ. 2 മക്കളും, ഫാസിലും അതേപോലെ ആഷിഖും. ഈ ആഷിഖിന്റെ സഹോദരിയുടെ മോനാണ് ഈ ഫാസിൽ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫഖ്റുദ്ദീൻ പന്താവൂർ. ഇത്തവണത്തെ ഹജ്ജിന് കനത്ത ചൂട് കാരണം ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ വന്നൊരു വാർത്ത, ആ വാർത്ത കണ്ട് ഞാനാകെ ഷോക്കായി. കാരണം അവരവിടെ ചർച്ച ചെയ്യുന്നത് കാര്യങ്ങൾ എന്തുമാത്രം വിഡ്ഢിത്തരങ്ങളാണ്. എങ്ങനെ ഇത്രയും പച്ചക്കള്ളം പറയാൻ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഒരു മതത്തിനോടുള്ള ഒരു വിരോധം. ആ ചാനലിൽ പറയുന്ന ഒരു കാര്യമാണ്, ഹജ്ജിൽ കനത്ത ചൂടായിരുന്നു, ചൂടിന്റെ കാര്യമൊക്കെ സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, അതൊക്കെ ശരിയാണ്. അങ്ങനെ അവിടെ ഒരു ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. എവിടെ 18.25 ലക്ഷം ആളുകൾ പങ്കെടുത്ത ഹജ്ജില് 1000 ആളുകൾ മരണപ്പെട്ടു ഒരു വാർത്തയേ അല്ല. അങ്ങനെ ഇതൊക്കെ ആണെങ്കിൽ കൂടി ഈ ഒരു കനത്ത ചൂടില് ഈ ആളുകൾ മരണപ്പെട്ടത് ഈ വിദ്വാൻ ഇരുന്നിട്ട്, ഈ വിദഗ്ധനായ ഒരു മനുഷ്യൻ, എന്തിനുണ്ടല്ലോ ഒരു വിദഗ്ധൻ, കാലാവസ്ഥ വിദഗ്ധൻ, മരണ വിദഗ്ധൻ, അങ്ങനെ വിദഗ്ധൻ പറയാണ് ഇതൊന്നും മലയാളത്തിലുള്ള ഒരു ചാനലിലും ഒരു ഓൺലൈനിൽ പോലും വാർത്ത വന്നില്ല. ഏത് ഈ ഹജ്ജില് ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത് ഒരു ചാനലിൽ പോലും, ഒരു പത്രത്തിൽ പോലും വാർത്തയായില്ല. ഈ മനുഷ്യൻ പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഹജ്ജിന്റെ മരണമായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഭയങ്കര മുസ്ലിമീങ്ങളെ വിദ്വേഷത്തിലും മറ്റുള്ളവരുടെ മുന്നിൽ ഇസ്ലാമിനൊരു ഭീതിപ്പെടുത്തുന്ന രീതിയിലുമാണ് ഈ വിദ്വാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇയാൾ പറയുന്ന പൊട്ടത്തരങ്ങൾ വേറെ ഉണ്ട്. ഞാൻ ഈ മരണപ്പെട്ട വാർത്ത മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു. സകലമാന ഓൺലൈൻ ന്യൂസുകൾ നോക്കുന്ന ഒരാൾ, ഒരു മാധ്യമ പ്രവർത്തകൻ നിലയ്ക്ക് ഞാൻ അതൊക്കെ വീക്ഷിക്കാറുണ്ട്. അറബ് ചാനലുകളിലും ഇംഗ്ലീഷ് ചാനലുകളിലും മീഡിയ 1, മാധ്യമം തുടങ്ങി ഏതൊക്കെ ഡൂൾ ന്യൂസ്, 24, ഏഷ്യാനെറ്റ്, ഇങ്ങനെ എല്ലാത്തിലും ഇത് വന്നിട്ടുണ്ട്. ഈ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത്. അതിൽ ഇന്ത്യക്കാർ 10-90, ആദ്യം 68 പേരായിരുന്നു, മലയാളികൾ തന്നെ 14-15 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, കുറച്ച് പേരെ ഇതൊക്കെ എല്ലാത്തിലും വന്നിക്കണേ. പക്ഷെ ഇയാൾ പറയാണ് ഇതൊന്നിനും വന്നിട്ടില്ല, നുണ പറയാ. നിങ്ങൾ ആ നുണയൊന്ന് കേൾക്കാദ്യം. അപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു തീർത്ഥാടനത്തിന് പോയ 100 പേർ മരിച്ചു എന്നുള്ളത് ഈ രാജ്യത്തൊരു വാർത്തയല്ലേ? വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ? ആരും പറയുന്നില്ല. കാരണം എവിടെയെങ്കിലും റോഡപകടം ഉണ്ടായാൽ പോലും, വിദേശ രാജ്യങ്ങളിൽ ഒരു കാർ ആക്സിഡന്റിൽ 4 പേര് മരിച്ചാൽ പോലും നമ്മുടെ മനോരമ പോലെയുള്ള പത്രങ്ങളിൽ 1 പേജ് വാർത്തയാണ്. പക്ഷേ ഈ ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ ഇന്ത്യക്കാരിൽ 100 പേർ ചൂട് സഹിക്കാനാവാതെ മരിച്ചു എന്നത്, അതിൽ മലയാളികളുണ്ട്. ഒരുപക്ഷെ മരിച്ച മലയാളികളുടെ ജഡമൊക്കെ ഇവിടെ വന്നിട്ടും ഉണ്ടാവാം, എന്നിട്ടും അത് വാർത്തയല്ല. അപ്പോൾ ഇത് ഒരു ദുരന്തങ്ങളെ പോലും ഇങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഒരു സൗദി അറേബ്യയിൽ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ തീർത്ഥാടനം നടക്കുന്നത്. അവിടെ ചൂടുണ്ടാക്കുന്നതും ചൂട് കുറയ്ക്കുന്നതൊന്നും സൗദിയിലെ ഭരണകൂടമല്ല. അതിന് ഇസ്ലാമുമായിട്ടോ സർക്കാരുമായിട്ടോ ഒരു ബന്ധവുമില്ല. എന്നിട്ട് പോലും അവിടെ ഉണ്ടായ പ്രകൃതി ദുരന്തമാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് ഈ കൊടും ചൂടിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. അതിൻ്റെ വാർത്ത പോലും നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കില്ല, അറിയിക്കില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. സത്യത്തിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനും ഒക്കെ ഇതിനകത്തൊരു വലിയ പങ്കുണ്ട്. കാരണം ഇത്രയേറെ ആളുകൾ അവിടെ എത്തിയ സ്ഥിതിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരറിയിപ്പ് കൊടുക്കേണ്ടതാണ്. അതിന് ചൂട് എടുക്കേണ്ട മുൻകരുതലുകൾ. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ദിവസം 4000 പേര് വെച്ച് ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. 1,72,025 പേരാണ് ഇവിടുന്ന് പോകാനുള്ളത്. ഏതാണ്ട് 50,000 പേർ പോയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനിയും പകുതിയോളം ആളുകൾ ഇവിടുന്ന് പോകാനിരിക്കുക. നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുക? അവിടെ ഇത്തരം ഗുരുതരമായൊരു പ്രതിസന്ധിയുണ്ട്, എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളെ ചെയ്യണ്ടേ, അവയർനെസ് കൊടുക്കണ്ടേ? അത് സംസ്ഥാന സർക്കാരും കൊടുക്കുന്നില്ല, കേന്ദ്ര സർക്കാരും കൊടുക്കുന്നില്ല. ഈ മനുഷ്യന്റെ പറച്ചിലൊക്കെ ഇനിയും ആളുകൾ ഹജ്ജിന് പോകാണ്ടത്രേ. എന്റെ പൊന്ന് സഹോ, ഹജ്ജൊക്കെ കഴിഞ്ഞ ആളുകൾ വീട്ടിലെത്താൻ തുടങ്ങി. ഒത്തിരി വിശ്വാസികൾ മദീനയിലേക്ക് സന്ദർശനത്തിനും പോയി. ഇയാൾ ഇപ്പോഴും പറയുന്നത് ഇനി കുറച്ചൊക്കെ ആളുകൾ ഹജ്ജിന് പോയി, ഇനിയും ആളുകൾ ഹജ്ജിന് പോയി. അപ്പൊ ഇയാളുടെ ഒക്കെ ഒരു വാക്കിന് വിശ്വസിക്കുന്ന, അതിന്റെ താഴെ കമന്റ് ഇട്ട സംഘോളികളുടെയും ക്രിസംഗികളുടെയും ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അവരവിടെ ഇരുന്ന് പറയാണ്, ഏതൊരു ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ആൾ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്, അള്ളാഹു ആയിരക്കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞു എന്നുള്ളത്. അത് പിന്നെ വേറൊരു പാഴ്ജന്മമായതുകൊണ്ട് നമ്മളത് വിടുക, അത് നമ്മളൊരു പരിഗണനയല്ല. അപ്പൊ ഇയാൾ ഇത്രയും അധികം ഒരു ഇതര മതത്തിനോടുള്ള ഒരു വിരോധം, ആ വിരോധം അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അതിന് എന്ത് നുണകളും പറയാം. ഒന്നാമത് ആലോചിച്ച് നോക്ക്, കാലാവസ്ഥ ഒരു സർക്കാരിന്റെ കയ്യിലാണോ?
ഇപ്പൊ ലോകം മുഴുവനും കാലാവസ്ഥാ വ്യതിയാനാണ്. ആ കാലാവസ്ഥാ വ്യതിയാനത്തിൽ സൗദിയിൽ ഇപ്പതാ അവിടുത്തെ ജുമായും ജമാഅത്തും ഒക്കെ വെറും 15 മിനിറ്റേ പാടുള്ളൂ മക്കയിലും മദീനയിലും എന്ന് അവിടുത്തെ നിയമം ഉണ്ടാക്കിയേക്കാണ്. കാരണം അത്രയും ചൂടാണ്. 51 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 52 ഡിഗ്രിയിലാണ് ചൂട്. ഇത് പിടിച്ചെക്കാൻ പറ്റില്ല. എന്നിട്ടും 18.5 ലക്ഷം ഹാജിമാര് പങ്കെടുക്കുന്നിടത്തുനിന്ന് കൃത്രിമമായ തണുപ്പുണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിരുന്നു. വെള്ളങ്ങൾ യഥേഷ്ടമാർക്ക് കൊടുത്തിരുന്നു. അത്രയും ആളുകൾ പങ്കെടുക്കല്ലേ. സ്വാഭാവികമായിട്ടും പ്രായമായ അവശരായ ആളുകൾ മരണപ്പെടും. അതിൻ്റെ ഒക്കെ വീഡിയോകളുണ്ട്. നമ്മളിവിടെ അത് കൊടുക്കുന്നില്ല. ആ ആളുകൾ പല സ്ഥലങ്ങളിലും മരണപ്പെട്ട് കിടക്കുന്നതും അവർക്ക് വെള്ളം കൊടുക്കുന്നതുമായ സംഭവങ്ങളൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഒരു 18.5 ലക്ഷം ആളുകൾ പങ്കെടുത്തെടുത്ത ഒരു ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ കണക്കേ അല്ല. ഇയാൾ പറയണ പോലൊന്നും അല്ല. അതൊക്കെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓരോ മരണങ്ങളും റിപ്പോർട്ട്. ഇയാൾ പറയാണ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ഇത് വിശ്വസിച്ചിട്ട് ഈ വീഡിയോന്റെ അടിയിലുള്ള ആളുകൾ കമന്റ് ഇട്ടിട്ടാണ് ഈ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് കാശ് കൊടുക്കുന്നത്. ഒരൊറ്റ ഹാജിമാർക്ക് സർക്കാർ ഒരു കാശും കൊടുക്കണില്ല. സ്വന്തം കയ്യിൽ നിന്ന് 5.5 ലക്ഷം 10-9 ലക്ഷം എടുത്തിട്ട് ആളുകൾ പോണത്. അവിടെ നിന്ന് ഓരോ വിശ്വാസിയും മരണപ്പെടാനാണ് വിധിയെങ്കിൽ സന്തോഷത്തോട് സ്വീകരിക്കും. ഇപ്പൊ മഞ്ചേരിയിൽ നിന്ന് ഒരു മുഹമ്മദ് മുസ്ലിയാരോ എന്തോ ഒരു മദ്രസാധ്യാപകൻ മരണപ്പെട്ടു. പോണതന്നെ അവിടെ നിന്ന് മരണപ്പെടണമെന്ന് ആഗ്രഹം. ഇതാണ് വിശ്വാസികൾ. ഇതൊന്നും ഇവർക്ക് ഈ ചാനലുകാർക്ക് മനസ്സിലാവില്ല. കാരണം ഈ വിശ്വാസത്തിന്റെ രീതി ഒന്ന് വേറെയാണ്. ഇത് ആഗ്രഹിക്കുന്നത് തന്നെ മരണമാണ്. എവിടെ നിന്നുള്ള മരണം? ആ ഹബീബായ മണ്ണിൽ നിന്നാണ് മരണപ്പെടുന്നെങ്കിൽ അങ്ങനെ, അതോ ജീവനോടുകൂടി വരാനാണെങ്കിൽ അങ്ങനെ. എന്തായാലും അത് പടച്ചോൻക്ക് വിട്ടിക്കാണ്. അപ്പൊ ഒരു പ്രകൃതിയുടെ ഒരു ദുരന്തം ഉണ്ടാവുക, ഇതിപ്പോ നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാവണതിന് സർക്കാർ എന്ത് വിളിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവണതിന് ഭൂമി കുലുങ്ങുന്നത് അവിടെ സൗദിയുടെ പ്രശ്നമാണോ? അപ്പൊ ഇത്രയും കനത്ത ചൂട് എന്ന് പറയുന്നത് മുമ്പൊന്നും രേഖപ്പെടുത്താത്ത അത്ര ചൂട് അടുത്ത വർഷവും ഇതേപോലെ തന്നെയാണ്. അപ്പൊ അതിൽ ഒരു കാര്യം ചെയ്യുക, ഹജ്ജിന് കൊണ്ടുപോകുന്ന ആളുകളും ഹജ്ജ് മിഷനും കാര്യങ്ങളും ഇത്രയും കനത്ത ചൂടാണ് എന്നുള്ളത് കൃത്യമായുള്ള ഒരു അവബോധം തീർത്ഥാടകർക്ക് കൊടുക്കുക. അതിന് നമ്മുടെ നാട്ടിലുള്ള മദ്രസയിലെ എന്താ പറയുക, ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ അമീറുമാരൊക്കെ കൃത്യമായുള്ളൊരു ബോധം ഈ പ്രായമായ ആൾക്ക് കൊടുക്കണം. പ്രായമായ ആളുകളെ, ആരോഗ്യമില്ലാത്ത ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. അതൊരിക്കലും ശരിയല്ല. ഹജ്ജ് എന്ന് പറയുന്നത്, ഹജ്ജും ഉംറയൊക്കെ ആരോഗ്യമുള്ള ആളുകൾക്കുള്ളതാണ്. കാരണം 10-20 കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ട്. അപ്പൊ ഈ 1098 ഇന്ത്യക്കാര് അവിടെ നിന്ന് മരണപ്പെട്ടതിൽ ഒരു 14ഓളം മലയാളികളെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്നലെ ആരൊക്കെ മരണപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. തൃശ്ശൂർ മറ്റേ കണ്ണൂരിന് ആറാത്തുള്ള ഖദീജയോ അങ്ങനെ എന്തോ ഒരു പേര് എനിക്ക് അയച്ചിരുന്നു. അപ്പൊ ഒരുപാട് പേര് ഒരുപക്ഷെ ഇനിയും മരണപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കാനുണ്ടാവും. അൺഒഫീഷ്യൽ ആയിട്ടാണ് ഈ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഇത്രയും അടുത്ത തവണയിൽ ഹജ്ജിന് മുമ്പ് ഇതൊക്കെയാണ് അവിടുത്തെ ചൂട്. ഇമ്മക്ക് ഇത് സഹിക്കാൻ കഴിയോ? ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യമില്ലെങ്കിൽ ഇമ്മ പോകരുത് എന്ന് പറയണം. അപ്പൊ ആരോഗ്യമുള്ള ആളുകൾ ചൂടിനെ എന്താ പറയാ അവഗണിച്ചിട്ടും ഇതൊക്കെ വരട്ടെ. ഏറ്റവും കൂടുതൽ ഹാജിമാര് മരിച്ചത് ഈജിപ്തുകാരാണ്. ഏറ്റവും കൂടുതൽ ഒരു 500-ലധികം ആളുകൾ തന്നെ മരണപ്പെട്ടത് ഈജിപ്തുകാരാണ്. കാരണം അവർക്ക് ഈ ചൂട് സഹിക്കാനൊട്ടും പറ്റുന്നില്ല. ഇന്ത്യക്കാർക്ക് പൊതുവെ പറ്റൂല. കാരണം ഇന്ത്യക്കാരുടെ പ്രകൃതം അതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഈ താപ വ്യതിയാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കിട്ടിയ ചാൻസിൽ ഇതെന്തോ ഒരു ഹാജിമാർ ഹജ്ജിന് പോണത് പോലും ഇഷ്ടപ്പെടാതെ അതിന്റെ അടിയിലൊക്കെ ഉള്ള വിദ്വേഷ കമന്റുകൾ, ആ ചാനലിന്റെ അടിയിൽ വന്ന വിദ്വേഷ കമന്റുകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് സങ്കടം തോന്നും. ഇത്രയും എന്താ പറയുക അപരമതത്തോട് വിരോധം കാണിക്കുന്ന ആളുകളൊക്കെ കൂടെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. ഇതൊക്കെ വായിക്കുന്ന ആ മതത്തിലെ ആളുകൾക്ക് തോന്നില്ലേ, എന്തിനാ സഹോദര മറ്റൊരു മതത്തിന്റെ വിശ്വാസങ്ങൾ എങ്ങനെ വ്രണപ്പെടുത്തുന്നതെന്ന് തോന്നിയില്ലേന്ന് എനിക്ക് തോന്നും. നല്ലൊരു ഹിന്ദു വിശ്വാസിക്കാണെങ്കിൽ തോന്നും. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ആഘോഷിക്കുന്ന ആളുകളാണ്. കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാണ്ട്, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ നാട്ടിൽ പൊന്നാനിയില് 2 കുട്ടികൾ 19-20 വയസ്സുള്ള ആഷിഖും ഫാസിൽ എന്ന പേരുള്ള 2 മക്കൾ ഇന്നലെ വാഹനാപകടത്തിൽ മരിച്ചു. ഒരു കുടുംബത്തിലെ കുട്ടികളാണ്, ഒരു കുടുംബത്തിലെ മക്കൾ. അപ്പൊ ഇന്നലെ ഒരു വെളിയങ്കോട് ഭാഗത്താണ്. വെളിയങ്കോട് ഭാഗത്ത് 2 പേരും ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പൊടുന്നനെ നല്ല മഴ വരുന്നത്. നല്ല മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ 2 ആളും ബൈക്ക് എടുത്തിട്ട് ഊട്ടിക്ക് പോവാണ്. 2 ആളും ബൈക്ക് എടുത്തിട്ട് പോകുന്ന സമയത്ത് അവിടെ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിപ്പോൾ മലപ്പുറം മുതൽ അങ്ങോട്ട് വലിയ ദേശീയപാതയുടെ നവീകരണമാണ്. അപ്പോൾ അവിടെ കൂറ്റൻ ബീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല മഴയും ആയതുകൊണ്ട് കണ്ണ് കാണാനില്ല, പിന്നെ ഇരുട്ടുവാണല്ലോ. ഇവർ ഈ ബുള്ളറ്റ് ചെന്ന് ഇടിച്ചത് ഈ ഒരു ഇതിൻ്റെ കോൺക്രീറ്റ് ബീമിൻ്റെ മീതെയാണ്. അവൻ്റെ കമ്പിയൊക്കെ ഉണ്ടല്ലോ, ആ കോൺക്രീറ്റ് ബീം ഇങ്ങനെ കമ്പികളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത്, അതിന്മ കയറി. ചിന്തിക്കാൻ കൂടി വയ്യ. 2 മക്കളും ഫാസിലും അതേപോലെ ആഷിഖും. ഈ ആഷിഖിന്റെ സഹോദരിയുടെ മോനാണ് ഈ ഫാസിൽ. ഫാസിലിന് 19 വയസ്സാണ്. ഫാസിലിന്റെ വീട് പൊന്നാനി കറുകത്തിരുത്തിയിലാണ്. എൻ്റെ ആഷിഖിന്റെ വീട് വെളിയങ്കോടാണ്. ഉടൻ തന്നെ ആഷിഖിനെ മറ്റേ പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകാനായിരുന്നു വിധി. ആ കുട്ടി അവിടെ വെച്ച് മരണപ്പെട്ടു. മറ്റവനെ കോട്ടക്കലിലെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
പക്ഷേ ആയുസ് ഉണ്ടായിരുന്നില്ല. രണ്ടും മരണത്തിന് കീഴടങ്ങി. ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജിഊൻ. അള്ളാഹു ആ രണ്ടു പേർക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 24ഓളം ആളുകളാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്, അപകടങ്ങളിൽ ജീവൻ പോയത്. നമ്മൾ ഈ ഒരു റോഡുണ്ടല്ലോ, ഈ വെളിയങ്കോട് ഭാഗത്ത് തന്നെ ദിവസങ്ങൾക്ക് ഒരു ഇന്നലെയാണ് കോയ എന്ന് ഒരാൾ മരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് ചവക്കാട് ഭാഗത്തുനിന്ന് ഇദ്ദേഹം അവിടെയും റോഡ് നവീകരിക്കുന്നതിന് ഭാഗമായിട്ടിട്ട് മെറ്റൽ കൂനയിൽ കയറിയതാണ് വണ്ടി. സ്ലിപ്പായിട്ട് വീണു, പരുക്കേറ്റ് കിടന്നിരുന്ന കോയ എന്ന് പേരുള്ള ഒരു പൊന്നാനിക്കാരൻ മരണപ്പെട്ടു. ഈ ഒരു റോഡ് നിർമ്മാണത്തിൽ എത്ര പേരാ മരണപ്പെടുന്നത്? അതൊന്ന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ബോർഡുകളോ അപകട മുന്നറിയിപ്പുകളോ ഒന്നും ഈ റോട്ടിലില്ല. ശരിക്ക് വേണ്ടത് ദേശീയപാത നിർമ്മാണ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണം, നിയമ പോരാട്ടം നടത്തണം. കാരണം ഇതെന്തൊരു ദുരന്തമാണ്. എത്ര പേരാണെന്നറിയോ ഈ ഒരു റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് മരണപ്പെടുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു 2 കുട്ടികളെ ഫാസിലും ആഷിഖിനെയും ഒക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അത് ഇന്ന് വൈകിട്ട് കബറടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ പറയുമ്പോൾ ഒരു കബറടക്കിയിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ 2 മക്കൾ രണ്ടും ഒരു കുടുംബത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന വിസാൽ മൂല്യ ആളുകൾ ആ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ മറക്കുക. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹജ്ജിന്റെ കാര്യം, ഇതൊരു തരം അസഹിഷ്ണുതയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഹജ്ജിന് പോയാൽ അവരൊക്കെ മരണപ്പെടേണ്ടവരാണ്, അതൊക്കെ ഒരു വിശ്വാസപരമായിട്ട് കളിയാക്കുക. ഇത്തരക്കാരെ നമ്മൾ ഇനി ഇത് മുണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇത്രയും ആളുകളൊക്കെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളത് ആ മതവിശ്വാസക്കാരറിയട്ടെ. നമ്മുടെ സഹോദരങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ സത്യം പറയാലോ, നമ്മുടെ ഒരു മുസ്ലിം മതവിശ്വാസി വല്ല അമർനാഥ് തീർത്ഥാടനത്തിന് പോകണവരെയോ ശബരിമലയ്ക്ക് പോകണവരെയോ ഒക്കെ പരിഹസിക്കുകയോ അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഒരു പുല്ലുമേട് ദുരന്തമൊക്കെ ഉണ്ടായി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നഖശിഖാന്തം എതിർക്കും. ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒളിപ്പിച്ചു വെച്ചാൽ നമ്മുടെ ഉള്ളിലും വർഗീയത ഉണ്ട് എന്നല്ലേ. അപ്പോൾ മറ്റു മതവിശ്വാസികൾ തുറന്ന് പറയണം ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലേ ഉള്ളവരല്ല എന്നുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയും പൊട്ടത്തരങ്ങൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ഹജ്ജും കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് എത്തിയിട്ടും പിന്നെ ഇയാൾ പറയാണ് ഇനിയും ആൾക്കാർ പോകാറുണ്ട്, ഇനിയിപ്പോൾ മരിക്കും ചൂടത്ത് എന്ന്. ചൂട് എന്ത് സർക്കാർ ഉണ്ടാക്കണാണോ? ആ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ തന്നെ. ഇതിനു മുമ്പ് അവിടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് വേറെ വീഡിയോയിൽ പറയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിലൊരു നഗരത്തിനെ സാഹിത്യ നഗരമായിട്ട് ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഏത് നഗരത്തിനെയാണ് സാഹിത്യ നഗരമായിട്ട് യുനെസ്കോയുടെ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.